സ്റ്റാമ്പിന്റെ പൈസ ആ ചോറും പാത്രത്തിന്റെ അടിയിലുണ്ട്. എന്ന് നിന്റെ കണ്ണേട്ടൻ. എന്നെങ്കിലും ആ മാഷില്ലാതെ ഇത്തിരി നേരം കിട്ടിയാൽ മതിയായിരുന്നു. എന്നിട്ട് ഇതവൾക്ക് കൊടുത്ത് എൻ്റെ പ്രേമം അവളെ അറിയിക്കണം. കണ്ണൻകുട്ടി വന്നിക്കണോ? റസ്യ, എന്തായോ എന്റെ ഒരുക്കളൊന്നും കഴിഞ്ഞില്ലേ? എന്താണ് കണ്ണൻകുട്ടി ഇങ്ങനെ നോക്കണത്? ഇപ്പാന്റെ കൂടെ മീൻ പിടിക്കാൻ പറഞ്ഞാ? മണിയേ, മീൻ വറുത്ത് 2 എണ്ണം വെച്ചിട്ടാ. പൊരിച്ച മീനൊന്ന് കണ്ണനക്കും കൊടുത്തോളാ. ഇതെന്ത് പിന്നെ നേരം വൈകിയത്? പിന്നെ എൻ്റെ വീടിൻ്റെ ഉമ്മർത്തിക്കാൻ അറിയാൻ കുറെ നേരമായി. എൻ്റെ ഉപ്പി നേരണ്ട് 3 ബീഡി വലിച്ചിട്ടുണ്ടാവും. നമ്മൾ നേരത്തെ പോയിട്ട് കാര്യമൊന്നുമില്ല. ആ പൊട്ട റെഡി ആയിട്ടുണ്ടാവില്ല. ഓൻ്റെ കാര്യം അവിടെക്കട്ടെ. അല്ലടാ, ഈ പറഞ്ഞ സാധനം എടുത്തുണ്ടോ? എന്താ അനക്ക് പിന്നെ തീരെ വിശ്വാസമല്ല കേട്ടോ. വിശ്വാസം ഇല്ലാണ്ടല്ലട മണിയെ. എൻ്റെ അടുത്താണ് ഇതിൻ്റെ പ്രധാന സാധനം ഇരിക്കുന്നത്. ഇങ്ങോട്ട് വാ. നേരത്തെ അയ്യേ തമ്പ്രാന്റെ നീരാട്ട് ഇതുവരെ കഴിഞ്ഞില്ലേ? രഞ്ജു വേഗം ഇറങ്ങിക്കട്ടോ. ഇന്ന് നേരം വൈകിയാൽ ആ മാഷിന്റെ ഒക്കെ നല്ല പേട ഇട്ടു. എനിക്കൊന്നും വയ്യാട്ടോ. ഞാൻ അതാ വരുന്നു. ആരെങ്കിലും കണ്ടോ? ഇഷ്ടം പിന്നെയും തുടങ്ങിയല്ലോ. ഇതാ ഇതൊക്കെ നമുക്കൊരു വിഷയമാണ്. അല്ല ഇത് കായ എടുത്തുക്കണോ? അവിടെ ചെന്നിട്ട് എങ്ങാനും കായില്ലാന്ന് പറഞ്ഞാ എന്റെ പൊന്നാര കണ്ണാ. എടാ അതൊക്കെ ഞാൻ വീട്ടിൽ പറഞ്ഞ് വാങ്ങി വെച്ചിട്ടുണ്ട്. എടാ സ്റ്റാമ്പ് സ്റ്റാമ്പ് സ്റ്റാമ്പ്. എവിടെ പൊട്ടൻ? ഓന്റെ പുറപ്പാട് കേട്ടണ്ടേ? ആ വരുന്ന നമുക്ക് എന്നാ പോയാലോ? അല്ല പിന്നെ കൊറേ നേരമായാലും എന്റെ കുളി. ഇജ്ജ് പറഞ്ഞ സാധനം എടുത്തുക്കണം. ആദ്യം ആപ്പീസ് വിട്. ഈ പൊട്ടൻ്റെ ഒരു കാര്യം. എന്നാ പിന്നെ പോവാ. നേരം വൈകി 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 നേരം വൈകി. എന്താ നടക്കടാ? നേരം വൈകി നേരം വൈകി നേരം വൈകി പോയിട്ട് വേറെ പണിയില്ല. നേരം വൈകി നേരം വൈകി കണ്ണാ ഹോംവർക്ക് ചെയ്തിക്കോ. ഞാനൊക്കെ പണ്ടേ ചെയ്ത നിങ്ങൾ വലിയ പഠിപ്പിച്ചോളൂ. ഓ ഞാൻ പഠിക്കാൻ നോക്കടാ. സാർ ഒന്നും ബെല്ലടിച്ചെന്നാ തോന്നുന്നു. സത്യമാഷ് കമാ
സത്യമാശെ കാണാൻ എന്തൊരു ഭംഗിയല്ലേ, മമ്മൂട്ടിയെ പോലെ ഉണ്ട്. എന്തായാലും വലുതായാലേ സത്യമാസിന്റെ പോലെ ആവണം. ഓ കണ്ടാലും പറയും നീ വലുതാകുമ്പോ സത്യമാഷാവില്ല നോണയമ്മാഷാവും. പേരരുന്ന് ഞാനെന്തായാലും വലുതാകുമ്പോ സത്യമാഷ പോലെ ആവും, സ്കൂട്ടർ വാങ്ങും. ആ എടാ മണിയെ ഇവ നല്ല ടീച്ചർ ചോദിച്ചപ്പോ സിനിമാടനാന്നല്ലേ പറഞ്ഞേ, അപ്പൊ ഒന്ന് മാറ്റിയോ? എന്ത് ഉണ്ടാ ചായിക്കോട്ടെ. എന്താ സത്യമാഷിക്ക് സിനിമാടനെ കൂടെ രഞ്ജുവാ? ആ ഉച്ചക്ക് ഇങ്ങോട്ട് പോരാട്ടോ, ഇവന്റെ അടുത്ത് മീൻ പറത്തുണ്ട്. പിന്നെ വൈകിട്ട് എല്ലാരും പോയിട്ട് പുറത്തിറങ്ങിയാൽ മതി കേട്ടോ. അല്ല ഇപ്പൊ എന്തിനാ ഓനോട് പറഞ്ഞത്? ആനക്കന്നെ മീൻ വറുത്തരണമെന്നുണ്ടെങ്കിൽ ഞാൻ ആലോചിക്കണം. അപ്പോഴാണ് എടാ നമ്മൾ ഒരുമിച്ചൊരു കാര്യം ചെയ്യാൻ പോണ്. അപ്പൊ നമ്മൾ എപ്പോഴും ഒരുമിച്ചിട്ട് വേണം നിൽക്കാൻ. ഇങ്ങോട്ട് വാ. കണ്ണനവിടെ ഓൻ പോയോ? ഓ നമ്മളെ മാഷും മോളും പോകാതെ വരും എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? എടാ എന്തായി കൊടുത്തോ? എവിടെന്ന് ആ മാഷ് ഇന്നും ഒക്കെ കൊളാക്കും. ഇത് ഈ ജന്മം കൊടുക്കാൻ പറ്റും തോന്നുന്നില്ല കേട്ടോ. അല്ല എല്ലാരും പോയില്ലേ, നമുക്ക് തുടങ്ങിയാലോ? ചെറുത് സ്കൂളാണ്, എന്തായാലും ഇവിടുന്ന് വേണ്ട, നമുക്ക് ആദ്യം ഇവിടുന്ന് പുറത്ത് കിടക്കാം. നമുക്ക് ഇന്ന് വേറെ വല്ല വഴി കൂടിയും പോവാം. ആ ഉണ്ണിയരുടെ വീടിൽ നിന്ന് പൊക്കാട ഓടിക്കണം. ചേട്ടാ 5 രൂപയ്ക്ക് പൊക്കാട. വീട്ടിൽ നിന്ന് നോണ അറിഞ്ഞിട്ട് കായ് വാങ്ങി കൊടുക്കുക. അത്ര നല്ല പേടിയും എന്താ ചെയ്യോ? ഞാൻ അപ്പോഴും പറഞ്ഞ ഈ കൊച്ചു പിള്ളേരെ നീ പണിക്ക് കൂട്ടണ്ടാന്ന്. എടാ എല്ലാരും പോയില്ലേ, ആര് കാണാനാ? നമുക്കേ പാടം വഴി പോവാം, അതാവുമ്പോ ആരും കാണൂല.
താടാ. കൊളാക്കിട്. നീ ഇപ്പൊ ഈ പൊക്കോടെങ്കിലും തിന്നാ. ഇങ്ങോട്ട് ചാടാ. കുട്ടിക്കാലത്തെ വിവരക്കേടിന് പല കുരുത്തക്കേടുകളും ഒപ്പിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും. തെറ്റുകളിലേക്ക് പോവാതിരിക്കാം.